സംസ്ഥാനത്ത് മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉച്ചവരെ 45%-ലധികം പേർ വോട്ട് ചെയ്തിരിക്കുകയാണ്. ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം ജനം ആവേശത്തോടെ വോട്ട് ചെയ്യുകയാണ്. ഉച്ചവരെയുള്ള കണക്ക് പ്രകാരം തൃപ്പൂണിത്തുറയിലും പാലക്കാട്ടുമാണ് കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചൂടിനെ വകവെക്കാതെ ഇപ്പോഴും ബൂത്തുകളിൽ നീണ്ട നിരയാണ്. റോഷിപാൽ, സജോ ദേവസ്യ, VS രഞ്ജിത്ത് എന്നിവർ വിവരങ്ങളുമായി. ആദ്യം റോഷിപാലിക്കാണ്. റോഷിപാൽ, ഉച്ചവരെ അതായത് 1 മണി വരെയുള്ള പോളിംഗ് ശതമാനം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയാണ്. അപ്പോൾ 45% എന്നതാണോ ആ കണക്ക്? രത്തൻ ഖേൽക്കറും വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്ന കൗതുക കാഴ്ച കൂടി ഇപ്പോൾ കാണുന്നു. സ്മൃതി, പോളിംഗ് ശതമാനം കുതിച്ചുവരികയാണ്. കാരണം ഇത്തവണ 80%-ലേക്ക് പോളിംഗ് ഉയർത്താനുള്ള ലക്ഷ്യത്തോടെ വളരെ നേരത്തെ തന്നെ അതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങിയതാണ്. ഇപ്പോൾ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ സാൽവേഷൻ ആർമി ഹയർ സെക്കൻഡറി സ്കൂൾ വോട്ട് രേഖപ്പെടുത്തുകയാണ്. അതിനുശേഷം ഈ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ കന്നി വോട്ടർമാർക്ക് ഹൽവ വിതരണം കൂടിയുണ്ട്. അദ്ദേഹം അത് നിർവഹിക്കും. അതിനുശേഷം മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. ഇതവണ 80%-ന് മുകളിൽ വോട്ടിംഗ് പോകാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. രാവിലെ തന്നെ നല്ല രീതിയിലാണ് പോളിംഗ് പോകുന്നത്. ചില ബൂത്തുകളിൽ മാത്രമാണ് അല്പമെങ്കിലും ക്യൂ നീണ്ടുപോയത്. മെഷീൻ്റെ തകരാറും അതുപോലെ വേഗത കുറവും ഒക്കെ പരാതിയായി ഉയർന്നെങ്കിലും അതൊക്കെ പരിഹരിച്ച് വേഗത്തിൽ തന്നെ പോളിംഗ് പൂർത്തിയാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ് നടക്കുന്നത്. ഇപ്പോൾ രത്തൻ ഖേൽക്കർ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇവിടെ കന്നി വോട്ടർമാർ ഈ മധുരം സ്വീകരിക്കാനായി തയ്യാറായി നിൽക്കുന്നുണ്ട്. ഹൽവയാണ് അവർക്ക് വിതരണം ചെയ്ത് കോക്കനട്ട് ഹൽവ നൽകി. അതൊരു പ്രോത്സാഹനം എന്ന രീതിയിലാണ് അങ്ങനെയൊരു പരിപാടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസൂത്രണം ചെയ്ത്. ഇത്തവണ ഉത്സവം പോലെയാണ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാനുള്ള നിർദ്ദേശവും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോളിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഘോഷയാത്ര, വിളംബര ഘോഷയാത്ര അടക്കം വിവിധ കലാരൂപങ്ങൾ, ജൻസി വോട്ടർമാരെ ആകർഷിക്കാനുള്ള പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ തവണ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ വോട്ടർമാരെ പരമാവധി പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. സ്മൃതി, ശരി. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. SIR-ന് ശേഷമുള്ള വോട്ടെടുപ്പ് എന്നതും കൂടിയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. അപ്പോൾ കൃത്യമായ ഒരു കണക്കുണ്ട്. ആ കണക്ക് പ്രകാരം കൂടുതൽ പേർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. SIR രേഖപ്പെടുത്തിയ എല്ലാവരും SIR-ലെ കണക്ക് പ്രകാരമുള്ള വോട്ടെടുപ്പ്, അതിലെ മുഴുവൻ ആളുകളും വോട്ട് ചെയ്യാൻ എത്തുമോ എന്നുള്ളത് കൂടിയാണ് ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം. ഭാവി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പെന്ന് മുഖ്യമന്ത്രി പറയുന്നു. പ്രതിപക്ഷമാകട്ടെ സർക്കാർ വിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയാണെന്ന് പ്രതികരിക്കുന്നു. ഇപ്പോൾ രത്തൻ ഖേൽക്കർ വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മധ്യകേരളത്തിലെ കാഴ്ചയെന്ത് സജോ ദേവസി വിവരം നൽകും. സജോ, ഇപ്പോൾ മധ്യകേരളത്തിൽ എറണാകുളത്ത് നല്ല പോളിംഗ്, പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തുന്നു എന്ന വിവരം കൂടിയുണ്ട്. എന്താണ് ഒരു മൊത്തം ഉള്ള മധ്യകേരളത്തിലെ കാഴ്ച സജോ? സ്മൃതി, ഇക്കാര്യം പരിശോധിക്കുകയാണെങ്കിൽ മധ്യകേരളത്തിൽ വളരെ മികച്ച പോളിംഗ് സാധാരണഗതിയിൽ ഈ ഘട്ടമാകുമ്പോഴേക്കും രേഖപ്പെടുത്തുന്നതിനുമൊക്കെ മുകളിലേക്ക് പോളിംഗ് പോയിട്ടുണ്ട്. തൃപ്പൂണിത്തുറ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഒടുവിൽ, അതായത് 11-15 കണക്കാണ് ഔദ്യോഗിക കണക്ക്. അതും പിന്നിട്ട് ഇപ്പോൾ പകുതി വോട്ട് പോൾ ചെയ്യപ്പെടുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ടാകും. 40% പിന്നിട്ട് കഴിഞ്ഞ ഔദ്യോഗിക കണക്കിൽ മാത്രം എന്നത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ വളരെ മികച്ച പോളിംഗ് ഉണ്ട്. എറണാകുളത്ത് പൊതുവെ നഗരമണ്ഡലങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ പലപ്പോഴും പോളിംഗ് വളരെ കുറവ് രേഖപ്പെടുത്താറുള്ള സ്ഥലങ്ങളുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 സജോ, 2021 എറണാകുളത്ത് കുറഞ്ഞ പോളിംഗ് ഉള്ള ഒരു ജില്ലയാണ്. 67.21% മാത്രമായിരുന്നു ആകെയുള്ള പോളിംഗ് ശതമാനം. ഇത്തവണ അത് തിരുത്തി കുറിക്കുമോ? സ്മൃതി, അങ്ങനെ ഒരു ട്രെൻഡാണ് പൊതുവിൽ പ്രകടമാകുന്നത്. അതായത് വോട്ടർമാർ കാര്യമായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അങ്ങനെ വരുമ്പോൾ അതിലൊരു ട്രെൻഡിന്റെ സ്വഭാവമുണ്ട്. അതാണ് നമ്മൾ അതിൽ കാണേണ്ടത്. അതായത് കാര്യമായി തന്നെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നുണ്ട്. പോളിംഗ് ശതമാനം ഉയരുമെന്ന് അനുമാനിക്കും വിധമുള്ള കണക്കാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് ഇതിൽ വളരെ ശ്രദ്ധേയമായ കാര്യം. അതിൽ മിക്കവാറും, അതായത് തൃപ്പൂണിത്തുറയാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് എങ്കിലും മറ്റു മണ്ഡലങ്ങളിലും വളരെ മെച്ചപ്പെട്ട പോളിംഗ് തന്നെയാണ് ഇപ്പോഴും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് കാണേണ്ട ഒരു കാര്യം. അങ്ങനെ വരുമ്പോൾ ഏറ്റവും ഒടുവിൽ ഔദ്യോഗിക കണക്ക് തന്നെ 40 അടുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സമയം കൊണ്ട് അത്രയും പോളിംഗ് ശതമാനം ഉള്ളത് സ്വാഭാവികമായി ഇപ്പോൾ ഈ സമയമാകുമ്പോൾ വോട്ടർമാർ കുറയുന്നൊരു സമയമാണ്. അതായത് ഉച്ച സമയം വോട്ടർമാർ മിക്കവാറും ബൂത്തുകളിൽ കുറയുന്നൊരു സമയമാണ്. ഇനി അത് കഴിഞ്ഞാൽ 2 മണിക്ക് ശേഷമായിരിക്കും കൂടുതൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുക.